രാജ്യതലസ്ഥാനത്ത് ഒരു വലിയ തീവ്രവാദി ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു ചാവേർ ആക്രമണം എന്നാണ് അത് പറയപ്പെടുന്നത്. അത് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ എന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഒരു തീവ്രവാദി ആക്രമണമാണ് എന്ന് തന്നെയാണ് കൃത്യമായി പറയപ്പെടുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് ഇപ്പോൾ വ്യക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ആളുകളുടെ പേരുകളടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഹരിയാന കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ സ്ഫോടനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. AK-47 തോക്കുകളടക്കം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈറ്റ് കോളർ ടെററിസം എന്നുള്ള ഒരു ടെററിസം ഉയർന്നു വരുന്നതിന്റെ സൂചനകളായിട്ട് ഇതിനെ വിലയിരുത്തുന്നു. കാരണം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ തന്നെയാണ് ഈ തീവ്രവാദി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അപ്പോൾ ഈ നിലപാടിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് തീവ്രവാദത്തിനെതിരെ എത്രയോ രാജ്യങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയൊക്കെ എത്രത്തോളം തീവ്രവാദത്തിനെതിരെ പടപൊരുതുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തീവ്രവാദം അസ്തമനമില്ലാതെ ഇങ്ങനെ തുടരുന്നത്, എന്താണ് ഇതിന് പ്രതിവിധി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിലപാടിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കൂടെ നിലപാടിൽ ചർച്ച ചെയ്യുവാൻ ചേരുന്നത് അരുൺ ജോൺ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരുന്നു പഹൽഗാമിൽ ഒരു വലിയ തീവ്രവാദി ആക്രമണം നടന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്, ഒരുപാട് ചർച്ചകൾ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഇതേണ്ട ദില്ലിയിൽ വളരെ വലിയൊരു ചാവേർ ബോംബ് സ്ഫോടനം എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ തനി തീവ്രവാദി ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചാവേറുകൾ വന്ന് പൊട്ടിത്തെറിയുന്ന ഒരു രീതിയിലുള്ള ഒരു തീവ്രവാദി ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറയാം. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നുകൊണ്ട് ഇരിക്കുകയാണ്, അന്വേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ തീവ്രവാദം വീണ്ടും നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ രാജ്യം മുഴുവൻ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ തീവ്രവാദം അത് ഒരുപക്ഷെ നമ്മളിവിടെ ഈ ഇപ്പോൾ പഹൽഗാമിലും ഇവിടെ നടന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പോലും ലോകമാസകലം പല സ്ഥലങ്ങളിലും വളരെ വലിയ തീവ്രവാദ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോകമാസകലം ഈ തീവ്രവാദം ഇതുപോലെ പടർന്നു പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത് അസ്തമിക്കാതെ പോകുന്നത് എന്നാണ് തോന്നുന്നത്? വളരെ ഭീകരമായൊരു അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യയും അതുപോലെ തന്നെ മറ്റ് ലോകരാജ്യങ്ങളും കടന്നു പോകുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് മാത്രം ഒരു ഡസൻ കണക്കിന് തീവ്രവാദി സമൂഹങ്ങളാണ് ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമായിരുന്നെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തീർന്നേനെ. അമേരിക്കയിൽ മാത്രമാണെങ്കിൽ അതും ഒറ്റപ്പെട്ട സംഭവമായിട്ട് തീരുമായിരുന്നു. എന്നാൽ ഇന്ത്യ, അമേരിക്ക, സ്വീഡൻ, ബ്രിട്ടൻ, ഇങ്ങനെ ജർമ്മനി, ഇനി ഇറ്റലി, ഇനി വേണ്ട വത്തിക്കാൻ അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. വത്തിക്കാനിൽ വന്ന ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു കുറച്ചാൾ മുമ്പ്. വത്തിക്കാനിലെ ബലിപീഠ സാധനങ്ങൾ ഡെസക്രേറ്റ് ചെയ്യുന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത വത്തിക്കാനിൽ പോലും ഈ പറയുന്ന ഭീകരാക്രമണത്തിൻ്റെ സൂചനകൾ വന്നിട്ടുണ്ട്. അങ്ങനെ അതും മാത്രമല്ല, ലോകം മുഴുവനും ഇസ്ലാമിക് ചിന്താഗതിക്കാരുടെ തീവ്രവാദം മൂലം ധാരാളം ആളുകൾ മരിച്ചു പോവാണ്. സാധാരണക്കാർ കണ്ണീര് നെടുവീർപ്പിട്ട് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. പ്രത്യേകിച്ച് നൈജീരിയ, ഈ ഇടയ്ക്ക് സുഡാനിലെ വാർത്തകൾ, എത്ര ആയിരം ആൾക്കാരാണ് അവിടെ മരിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഈ രാജ്യങ്ങളിലേക്ക് ഈ പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരേ വിത്തിൽ നിന്നാണ് ഈ ചിന്താഗതി, ഇത്ര തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാർ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിത്തിൽ നിന്ന് ഇതുപോലുള്ള ദൂഷ്യഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഉരുൾപൊട്ടലാണ്. നമ്മൾ കുറച്ചാൾ മുമ്പ് കേരളത്തിൽ കേട്ടത്. ചെറിയ കുഞ്ഞു പിള്ളേർ, ഏകദേശം 15 വയസ്സോളം പ്രായമായിട്ടുണ്ടാവില്ല, കൊടിയൊക്കെ ഉയർത്തിയിട്ട് കുന്തിരിക്കും അവലൊക്കെ കരുതിയിരുന്നു വരുന്നുണ്ടോ നിങ്ങളുടെ കാലന്മാരെന്നൊക്കെ പറഞ്ഞ രീതിയിൽ. അതായത് ലോകത്തിലൊരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ചെറിയ പിള്ളേർ, 15 വയസ്സ് താഴെയുള്ള പിള്ളേരാണ് ഈ പറയുന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തി അവലും കുന്തിരക്കൊക്കെ കരുതിയിരുന്നു ഇത് വരുന്നുണ്ടോ നിങ്ങളുടെ കാലന്മാരെന്നൊക്കെ പറഞ്ഞ രീതിയിൽ. അത്രത്തോളം ഈ വർഗീയതയും ഈ പറയുന്ന മസ്തിഷ്ക ക്ഷാളനം നടത്തിയിട്ടുള്ള പ്രവണതകളൊക്കെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഈ പറയുന്ന ഗാസയ്ക്ക് വേണ്ടിയിട്ട് പാലസ്തീൻ പ്രദേശത്തുള്ള, രാജ്യമെന്ന് പറയാൻ പറ്റില്ല, പാലസ്തീൻ പ്രദേശത്തുള്ള ആൾക്കാർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള കുറേ കുടികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെ മരിച്ചു വീഴുന്ന കുട്ടികളുടെ പേര് മാത്രം ഓർത്തിരിക്കുന്ന ഒരു ജനത കേരളത്തിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം സുഡാനിൽ നടക്കുന്ന കാര്യങ്ങൾ, മറ്റു രാജ്യങ്ങളിൽ, നൈജീരിയയിൽ നടക്കുന്ന കാര്യങ്ങൾ,
ഈ പറയുന്ന ഇസ്രായേലിൽ ഇത്രയധികം കുട്ടികൾ മരിച്ചു പോകുന്നു, അവിടെയുള്ള കാര്യങ്ങളൊന്നും ഈ പറയുന്ന ജനതയ്ക്ക് ഓർക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പാലസ്തീനിൽ മാത്രം എന്തുകൊണ്ടാണ് പാലസ്തീൻ മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഭാഗമായിട്ട് മാറുന്നത്? അപ്പോൾ നമ്മുടെ ഇത് പറയുന്ന പാലസ്തീനായിട്ടല്ല, നമ്മൾ ഇന്നലെ നടന്ന 10/11 എന്നൊരു സംഭവം, അങ്ങനെ ഒരു സംഭവത്തിൽ ഈ ദില്ലിയിൽ ഈ വൈകുന്നേരം ഒരു 6:52 ആ സമയത്ത് നടന്ന ഒരു വലിയൊരു ഉഗ്ര സ്ഫോടനം, ഏകദേശം 1.5 കിലോമീറ്റർ അകലെ വരെ ഇതിന്റെ സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. ദേശീയ മാധ്യമങ്ങളും നമ്മുടെ ലോക്കൽ ചാനലെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് ചാവേർ ആക്രമണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു വരുന്നു എന്ന് തന്നെയാണ്. ഇനിയുള്ള റിപ്പോർട്ടുകളൊക്കെ അതിന്റെ ഫോറൻസിക് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ വരുന്ന റിപ്പോർട്ട്, അതിന്റെ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടുള്ളൂ. അപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് 60 കിലോഗ്രാം ഫരീദാബാദിൽ നിന്ന് വീണ്ടും പിടിച്ചു. 300 കിലോയ്ക്ക് കൂടാതെ 60 കിലോ വീണ്ടും പിടിച്ചിട്ടുണ്ട്. ഈ ജയ്ഷെ, അതായത് പിടികൂടപ്പെട്ട ഡോക്ടേഴ്സ്, നമ്മൾ ഓർക്കണം, പിടികൂടപ്പെട്ട ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമുള്ള, നമുക്ക് നമ്മുടെ നാട്ടിൽ ഏത് രോഗിയായാലും എപ്പോഴും ഒരു ആക്സസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ഡോക്ടേഴ്സ്. പ്രത്യേക പരിഗണന തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു എഞ്ചിനീയറേക്കാളും ഒരു പക്ഷേ ടീച്ചറേക്കാളും കൂടുതലായിട്ട് ഒരു പരിഗണന ഒരു പക്ഷേ ഡോക്ടറിന് കൊടുക്കാറുണ്ട്. എന്നാലും തുല്യത പറയുന്നെങ്കിലും ഞാൻ പറയാം, ഒരു ചികിത്സിച്ച് ഭേദമാക്കുന്ന, ഒരു രോഗം ചികിത്സിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് ഒരു സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടർ തന്നെ ഈ പറയുന്ന മനുഷ്യരുടെ അന്ധകരായിട്ട് മാറുന്ന അങ്ങനത്തെ സ്ഥാനങ്ങൾ, അതുപോലെയുള്ള ഹൈ പ്രൊഫൈലായിട്ടുള്ള ജോലി സ്ഥാനങ്ങളിൽ അത് ഹിപ്പോക്രറ്റിക്സ് ഓത്തൊക്കെ എടുത്ത ആൾക്കാരാണ്. ഈ പറയുന്ന ഈ അവരുടെ അസംബ്ലിയിൽ വെച്ച് യോത്തൊക്കെ എടുത്തൊരു വ്യക്തികളാണ്. ഈ പറയുന്ന ജനത്തിന് നാശമുണ്ടാക്കുന്ന വസ്തുക്കൾ, ഈ പറയുന്ന റൈഫിൾ തന്നെ ഇവരുടെ കയ്യിൽ, AK-47 തന്നെ കയ്യിലുണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാധാരണ ഡോക്ടർ ഷഹീൻ എന്ന് പറഞ്ഞൊരു സ്ത്രീക്ക് ജയ്ഷെ മുഹമ്മദ് ആയിട്ടുള്ള ഒരു തീവ്രവാദ സംഘടനയായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് കോളറിലൊക്കെ ഇതുപോലെയുള്ള വൈറ്റ് കോളർ ജോബ് ഇതിലൊക്കെ ഈ തീവ്രവാദി ഈ പറയുന്ന ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ കയറി പിടിച്ചാൽ എങ്ങനെയാണ് ഒരു സാധാരണ സമൂഹത്തിൽ, ഇന്ത്യ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ സാധാരണ സമൂഹത്തിന് ജീവിക്കാൻ സാധിക്കുക? ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെയുള്ള വാർത്ത, ഇന്നലെ തന്നെ ഇങ്ങനത്തെ വാർത്ത വന്നിരുന്നു. അപ്പൊ ഈ വാർത്ത വന്നപ്പോൾ ഇതിൽ കമന്റിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കൂടുതലും ഈ കമന്റ് മൊത്തം ഒരു തരം വെളുപ്പിക്കുന്ന രീതിയിലാണ്. അതായത് കാര്യം അന്വേഷണം ഇതുവരെ ഒന്നും ആയിട്ടില്ല, പല സമയത്തും ഏകദേശം 3-4 മണിക്കൂറായിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അന്വേഷണം ഇതുവരെ ആയിട്ടില്ല. ഒരു പക്ഷേ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് ചാവേർ ആയിരിക്കാം, അല്ലായിരിക്കാം, പിന്നീടാണ് ചാവേറാണെന്നൊക്കെ ഒരു നിഗമനത്തിലൊക്കെ എത്തുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇത് പറയുന്ന വോട്ട്, അതിന്റെ ഈ പറയുന്ന ഇലക്ഷന്റെ കാര്യം വെളുപ്പിക്കാനായിരിക്കാം അങ്ങനെ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ കമന്റ് മാറി പോകുന്നു. വീണ്ടും ഈ പറയുന്ന ഈ എറണാകുളത്ത് ഈ സ്ഫോടനം നടത്തിയ, കളമശ്ശേരിയിൽ സ്ഫോടനം നടത്തിയ മാർട്ടിന്റെ പേര് വരെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഈ മാർട്ടിന്റെ പേരൊക്കെ കൂടെ കൊണ്ടുവരേണ്ട ആവശ്യം? ഇതിനേക്കാളും മാർട്ടിനൊക്കെ ചെയ്തിട്ടുണ്ട്, ശരി, സമ്മതിച്ചു, അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ തന്നെ ആൾക്കാരാണ്, അല്ലാതെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തെന്താണ്? ഈ പഹൽഗാമിലെ അതേ തരം ഒരു സ്വഭാവം തന്നെയാണ് അവിടെ കാണുന്നത്. അവിടെ ഹിന്ദുക്കളാണെന്നുള്ള, മുസ്ലിങ്ങളാണെന്നുള്ള, മറ്റു മതസ്ഥരാണെന്നൊന്നുമില്ല, ചാവേറുകളായിട്ട് ബോംബ് പൊട്ടിക്കുക, അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക. പഹൽഗാമിൽ എന്താ നടന്നത്? കലിമ ചൊല്ലിക്കുക. ഇത് ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ, ഇന്ന വ്യക്തിയാണോ ഒന്ന് കണ്ടെത്തി മാത്രം ഇവരെ കൊന്നുകളയുന്ന അതേ പ്രവണതയുടെ ഫലങ്ങളാണ് ഈ പറയുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും കേന്ദ്രസ്ഥാനം ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന കേരളം, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ തീവ്രവാദം അതിശക്തമായി വേരി പിടിച്ചിട്ടുണ്ടെന്ന് തന്നെ 100% ഉറപ്പിച്ച് പറയാം. ഇനി എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കേ, ഈ പറയുന്ന ഭീകരാക്രമണത്തിന് ശേഷം, ഞാനൊരു ആവറേജ് ചിന്തയാണ് എൻ്റെ പറയുന്നത്, അല്ലാതെ ഈ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇപ്പൊ എറണാകുളം ട്രാഫിക്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? കോഴിക്കോട്, തൃശ്ശൂര്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഉത്സവത്തിന്റെ സമയത്ത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിക്കൂടാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. കാരണം അവിടെ അത്രത്തോളം ഈ പറയുന്ന ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ സ്ക്വാഡിന്റെ കർശനമായ ഈ പറയുന്ന പരിശോധന ഉണ്ടെങ്കിൽ മാത്രമാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കേരളത്തിൽ ഇല്ലാതിരിക്കാൻ സാധിക്കുക. ജോൺ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ ഈ പിയേഴ്സ് മോർഗന്റെ ഒരു ഇന്റർവ്യൂ പ്രാവശ്യം കണ്ടു. ഒരു ബ്രിട്ടനിലുള്ള ഒരു റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, അയാളൊരു ഡോക്ടറാണ്, അയാൾ ഒരു ഇസ്ലാമികവാദിയാണ്, അയാൾ ഹൈലി റാഡിക്കലൈസ്ഡ് ആണ്. അയാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു ചർച്ച അയാളുമായിട്ട് നടത്തുകയാണ്. എന്ന് വെച്ചാൽ ഈ ഗാസയെയും ഇസ്രായേലിനെയും കുറിച്ചാണ് ചർച്ച. അതിൻ്റെ ഉള്ളിൽ PS മോർഗൻ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ October 7 ആക്രമണം നടത്തിയപ്പോൾ അവർ പിഞ്ചു കുഞ്ഞിനെ ഓവനിൽ വെച്ച് ചുട്ടുകൊന്നു, അപ്പോൾ അതിന് കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നു.
അയാള് അയാളൊരു ഡോക്ടറാണ് എന്ന് ഓർക്കുക. അയാൾ പറയുന്നതിന്റെ കണ്ടന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമാണ് പ്രശ്നം എന്നുള്ള ഒരു രീതിയിലാണ് അയാൾ അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം അന്നേരം വളരെ അത്ഭുതത്തോടു കൂടി അയാളോട് ചോദിക്കും, നിങ്ങളൊരു ഡോക്ടറാണ്, അപ്പൊ നിങ്ങളുടെ പേഷ്യന്റിനോട് ഇങ്ങനെയാണോ പെരുമാറുക എന്നൊക്കെ അയാളോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി അയാളുടെ മനോഭാവം അത്ര റാഡിക്കലൈസ്ഡ് ആണ്, അത്ര തീവ്രമാണ് എന്നുള്ളത് ഞാൻ പേഴ്സണലി കേട്ടപ്പോൾ വളരെ വളരെ വലിയ അത്ഭുതം തോന്നിപ്പോയി. അപ്പോൾ അരുൺ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കോളർ ടെററിസം അത് പടർന്നു പന്തലിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ് ലോകമെമ്പാടും. ഈ വിദ്യാഭ്യാസം വിവരം ഉണ്ടെന്ന് പറഞ്ഞു പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരാണ് ഈ തീവ്രവാദത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ ഇന്ന് വിദ്യാഭ്യാസവും വിവരവും ഉള്ളവനും ഈ തീവ്രവാദം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും, എത്ര ക്രൂരത വേണമെങ്കിലും കാണിക്കും, എവിടെ വേണമെങ്കിലും പോയി പൊട്ടിത്തെറിക്കും എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങളാണ്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ദില്ലിയിൽ നടന്ന ആ പൊട്ടിത്തെറി എന്ന് പറയുന്ന ഇന്നലെ നടന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഡീ റാഡിക്കലൈസേഷനിലേക്ക് പോകാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ലോകത്തിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ തീവ്രവാദം ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കുന്നത്? അത് വിദ്യാഭ്യാസവും വിവരമുള്ളവനെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസമില്ലാതെ തീവ്രവാദം പടർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? റൂബിനെ, നമ്മുടെ നിലപാടിൽ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ ഇസ്ലാമിക തീവ്രവാദം. അത് നമ്മുടെ രാജ്യത്ത് വന്നതും അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാന്റെ അവരുടെ ചില പ്രൊപ്പഗാണ്ട വീഡിയോകൾ വന്നപ്പോഴൊക്കെ നമ്മൾ നിലപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാഹചര്യങ്ങൾ, അന്ന് നമ്മളെ കുറ്റം പറഞ്ഞ കുറേ പേരുണ്ട്. അന്ന് നമ്മൾ രാജ്യത്തിന് മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് അതൊരു മുന്നറിയിപ്പായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഇസ്ലാമോഫോബിയ പരത്തുന്നവരാണ് എന്ന് പറഞ്ഞ് അതായിരുന്നു ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വന്നിരുന്നത്. നിങ്ങൾ എന്തിനും ഇങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞില്ല. ഇപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണല്ലോ നമ്മുടെ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നത്. അതിനു മുമ്പത്തെ പകൽ, ആ ഒരു പകലിൻ്റെ ഒരു ശാന്തത, നമ്മുടെ കേരളത്തിലെ ഒരു ശാന്തത നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. രാജ്യത്തിലെ എല്ലാ മീഡിയകളും, രാജ്യത്തെ മറ്റു മാധ്യമങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ബ്രേക്ക് ചെയ്തിരുന്ന സമയത്ത് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രം ചുറ്റിപ്പറ്റി നമ്മുടെ മാധ്യമങ്ങൾ പോയി. ഏറ്റവും ഭീകരമായ വാർത്തകളായിരുന്നു രാവിലെ തൊട്ട് കേട്ടു തുടങ്ങിയത്. അതും ഡോക്ടർമാർ, സമൂഹത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്നവർ, ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് അടുത്ത് ചെല്ലുന്ന വ്യക്തികൾ, ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് പല പല ഡോക്ടർമാരെ പിടികൂടുന്നു. അത് ഗുജറാത്തിലും ജമ്മു കാശ്മീരിലും ഫരീദാബാദിലും എല്ലാം അറസ്റ്റുകൾ നടക്കാം. ഇത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ട് അതിൽ ഒരു ഡോക്ടറിന്റെ കാര്യം മറ്റു വാർത്തകളെല്ലാം ഇപ്പോൾ മറ്റു മീഡിയകളിലൂടെ കൂടുതൽ വന്നു. ഒരു ഡോക്ടറിന്റെ കാര്യം ഇപ്പോഴും ഇവിടുത്തെ മീഡിയകൾ പറയുന്നില്ല. കാരണം എന്താണെങ്കിൽ അദ്ദേഹത്തിന് ഈ ആക്രമണമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെയാണ് ഏറ്റവും വലിയൊരു ക്രൂരത ഉണ്ടായിരുന്നത്. 4 കിലോയോളം റൈസിൻ എന്ന് പറയുന്ന മാരകമായ വിഷം അത് ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അതിന്റെ പണിപ്പുരയിൽ ആയിരുന്ന ഒരു ഡോക്ടറെ പിടികൂടി. ഡോക്ടർ അഹമ്മദ് സയ്യിദ്, ഗുജറാത്ത് ATS അദ്ദേഹത്തെ പിടികൂടി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ മീഡിയകളിൽ വളരെ അപ്രധാനമായിട്ട്, ചില മീഡിയകൾ കൊടുത്തിട്ടില്ല, ഭൂരിഭാഗം മീഡിയകളും കൊടുത്തിട്ടില്ല, ചില മീഡിയകളിൽ മാത്രം വളരെ അപ്രധാനമായിട്ട് വന്നു പോയ ഒരു ദിവസമാണ് ഇന്നലത്തേത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ചാവേറായ ഉമർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആ ഡോക്ടറിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാരെ പിടികൂടിയ വാർത്തകൾ. ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ്. എത്ര IED 2900 കിലോ IED നിർമ്മാണത്തിന് ആവശ്യമുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരമാണ് അവിടെ നിന്ന് പിടികൂടിയത്. അതോടൊപ്പം തന്നെ 360 കിലോ അമോണിയം നൈട്രേറ്റ്, ഇതുപോലെ തന്നെ അവരുടെ കയ്യിൽ പിസ്റ്റളുകൾ, ടൈമറുകൾ, ഇങ്ങനെ അതായത് ഒരു ഭീകരാക്രമണത്തിന്, ഒരു സ്ഥലത്തെ ഭീകരാക്രമണത്തിനല്ല, ഇന്ത്യ മുഴുവൻ ഭീകരാക്രമണം നടത്താവുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുടെ ശേഖരമാണ് പിടിച്ചെടുത്തത്. എന്നിട്ടും ഇവിടുത്തെ മീഡിയകളിൽ ആ വാർത്ത വളരെ ചെറുതായിട്ട് വന്നു. അപ്പൊ ഈ ചെറുതായിട്ട് വാർത്ത വന്നപ്പോൾ അതിന്റെ അടിയിൽ വേറെ കുറെ കമന്റുകൾ വന്നു. അതായത് ഞങ്ങളുടെ ഹൈ പ്രൊഫൈലുകളെ മോദി ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു, ഞങ്ങളുടെ ഡോക്ടർമാരെ അടക്കം മോദി ലക്ഷ്യം വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കമന്റ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ സ്ഫോടനം ഉണ്ടായ സമയത്ത് ജോൺ പറഞ്ഞ കാര്യങ്ങൾ. ഇത് വോട്ട് ചോരിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോദി ആസൂത്രണം ചെയ്തത്, കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് തെരഞ്ഞെടുപ്പിലെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ കമന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ യാഥാർത്ഥ്യത്തിൽ നിന്ന് എപ്പോഴും കാര്യങ്ങളെ മറച്ചു വെക്കാനായിട്ടുള്ള ആദ്യ ശ്രമങ്ങൾ ഇവരെ ആദ്യം തന്നെ നടത്തും. ഇപ്പോൾ ചില പച്ചക്കള്ളങ്ങളും കൂടി ഇവിടെ വെച്ച് പൊളിക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഭീകരവാദത്തിലേക്ക് മുസ്ലിം സമൂഹത്തിൽ നിന്ന് വ്യക്തികൾ ആകർഷിക്കപ്പെടുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിലുള്ള, അതല്ലെങ്കിൽ അവരുടെ അരക്ഷിതാവസ്ഥയും അവരുടെ അധസ്ഥിതാവസ്ഥയും ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഭീകരവാദത്തിലേക്ക് യുവാക്കൾ ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ സമുദ്ധരിക്കുകയാണെങ്കിൽ, അവർക്ക് വിദ്യാഭ്യാസവും അറിവും പകർന്നു കൊടുക്കുകയാണെങ്കിൽ അവർ ഭീകരവാദത്തിലേക്ക് പോകില്ല എന്നാണ് വെപ്പ്. ഏറ്റവും വലിയ കള്ളാണിത്. വിദ്യാഭ്യാസം കിട്ടാത്തവൻ, പ്രത്യേകിച്ച് മദ്രസ വിദ്യാഭ്യാസം കിട്ടാത്തവൻ ഒരു കാരണവശാലും ഭീകരവാദത്തിലേക്ക് പോവില്ല. പോയിരിക്കുന്നത് ആരാണ്?
പോയിരിക്കുന്നത് ഡോക്ടർമാര്, എഞ്ചിനീയർമാര്. നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് മെറിൻ ജേക്കബും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ പോയിരുന്നപ്പോൾ അവർ എഞ്ചിനീയേഴ്സാണ്. അവരോടൊപ്പം പോയത് ആരാ? എല്ലാവരും എഞ്ചിനീയേഴ്സാ, ഭൂരിഭാഗം പേര് എഞ്ചിനീയേഴ്സാ. മുഹമ്മദ് മുഹസിൻ മെക്കാനിക്കൽ എഞ്ചിനീയറാ, ഷജീർ എഞ്ചിനീയറാ. ഇതേപോലെ തന്നെ ഇവിടുന്ന് പോയ പലരും അവര് ഭൂരിഭാഗം പേരും എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഇനി ആഗോള തീവ്രവാദികളുടെ ഇടയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അൽ ഖ്വയ്ദയുടെ ബിൻ ലാദന്റെ കുടുംബം ഒരു ബില്യനിയർ കുടുംബമാണ്. വലിയ ബിസിനസ്സുകൾ സൗദിയിൽ ചെയ്യുന്ന കുടുംബത്തിലത്തെ മകനാണ് ബിൻ ലാദൻ. അദ്ദേഹം പഠിച്ചത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ്. തലയുള്ള വ്യക്തികളാണ് ഇവര്. ആ തലയുള്ള കൊണ്ടാണല്ലോ ഇത്രയും വലിയ ആക്രമണം ആസൂത്രണം ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അതേപോലെ തന്നെ അൽ ബാഗ്ദാദി നോക്കിയോ, അദ്ദേഹം പഠിച്ചിരിക്കുന്നത് ബാഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഡോക്ടറേറ്റ് ഉണ്ട്, PhD എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ പഠിച്ച വിഷയം മാത്രമാണ് അപകടമായത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, വിവരമില്ലാത്തവരല്ല, വിവരമുള്ളവരാണ് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. തീവ്രവാദത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നത് ഏറ്റവും വിവരമുള്ളവരാണ്. അവർ എന്തുകൊണ്ട് തീവ്രവാദികളാകുന്നു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇതേപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നിന്നൊരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമുസ്ലിങ്ങളെ വന്ധീകരിക്കുക, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ കൊടുത്ത് എന്തൊക്കെ പരിപാടികളാണ് ഈ തീവ്രവാദികൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ വരുന്നത് നല്ല എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് കൃത്യമായുള്ള മറ്റൊരു എഡ്യൂക്കേഷനും അവർക്ക് കിട്ടുന്നുണ്ട്. ഈ രണ്ട് എഡ്യൂക്കേഷന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇനി ഇവിടെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ്, ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ചില ഭീകര സംഘടനകൾ മൂലമാണ് റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതെന്ന്. ഇസ്ലാമിക് സ്റ്റേറ്റോ ജെയ്ഷെ മുഹമ്മദ് ഏതെങ്കിലും ഒരു സംഘടന വഴിയാണ് ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്. അതിലും വലിയ കള്ളാണ്. ഇവർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്, നമ്മുടെ നാട്ടിൽ വെച്ച് തന്നെയാണ്, അല്ലെങ്കിൽ അവർ ഏത് രാജ്യത്താണോ അവിടെ വെച്ച് തന്നെയാണ് ഇവർ റാഡിക്കലൈസ് ചെയ്യുന്നത്. ഇവരുടെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് ഇവരുടെ മദ്രസ പഠനത്തിൽ വെച്ച് തന്നെയാണ്. ഞാൻ എല്ലാ മദ്രസകളെ അല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട തീവ്രവാദികൾ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നതിന്റെ ആദ്യ പാഠം അവർക്ക് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു മദ്രസയിൽ നിന്നാണ്. അവിടെ അവരെ പഠിപ്പിച്ചുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ വഴിയാണ് ഇവർ ആദ്യം റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവർ മോസ്കുകളിൽ പോകുന്നുണ്ട്. ഇനിയും ഞാൻ പറയുന്നു, ഇവിടെയുള്ള എല്ലാ മോസ്കുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചില മോസ്കുകളിലെ ഇമാമുമാർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിൽ ഒരു ഇമാമുണ്ട്, ഫരീദാബാദിലത്തെ ഒരു ഇമാമുണ്ട്. അദ്ദേഹമാണ് ഇതിന്റെ പിന്നിലുള്ള എല്ലാ കളികളും കളിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം എല്ലാം ഒരുക്കി കൊടുത്തിരിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ഇവിടെ ഉള്ള ചില ഇമാമുമാർ ഇവർ എന്ത് ടീച്ചിങ് കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ചിലർ, വളരെ കുറച്ച് പേരാണെങ്കിൽ വളരെ കുറച്ച് പേർ. 3, ഇവർ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളെ ഇവർ എങ്ങനെ റെഫർ ചെയ്യുന്നു, എങ്ങനെ അവർ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പോൾ ബുദ്ധി കൂടിയാൽ കുറച്ചും കൂടി ബുദ്ധിയുടെ തലത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ അങ്ങനെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. 4മതായിട്ട് ഇവർക്ക് കിട്ടുന്ന വാർത്തകൾ. ഇവിടെയാണ് ഞാൻ മാധ്യമങ്ങളുടെ പങ്കു കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് ഒരു വാർത്ത എങ്ങനെ മാധ്യമങ്ങൾ വിളമ്പുന്നു, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ റാഡിക്കലൈസ് ചെയ്യാൻ തക്ക വിധത്തില് ഓരോ വാർത്തകളെ വളച്ചൊടിച്ച് ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവർ തീർച്ചയായിട്ടും റാഡിക്കലൈസ് ചെയ്യപ്പെടും. കാരണം ഇവിടെ വഖഫ് നിയമം എന്തിനാണെന്ന് എന്നുള്ളത് ഇവിടെയുള്ള ഏത് കൊച്ചുകുട്ടിക്കും കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ മാധ്യമങ്ങൾ കൊടുക്കുന്ന അതിന്റെ ഡെഫിനിഷനും അതിന്റെ നരേഷനും അത് വഴിതെറ്റിക്കുന്നതാണ്. വഖഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് മുസ്ലിമുകളുടെ ഭൂമി മുഴുവൻ കൈയടക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പരിപാടിയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടെ നടക്കുന്നത്. ഇതേപോലെ തന്നെ CAA എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിമുകളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്താൽ എങ്ങനെയിരിക്കും? ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീവ്രവാദികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും വരുന്നത് ബാബറി മസ്ജിദ് പൊളിച്ച വീഡിയോകളാണ്. ആ വീഡിയോ വീണ്ടും ഇവരെ കാണിച്ച്, ഗുജറാത്ത് കലാപത്തിന്റെ വീഡിയോകൾ വീണ്ടും കാണിച്ച്, ഗോദര സംഭവം ഇവർ കാണിക്കില്ല, അതിനപ്പുറമുള്ളതേ കാണിക്കുള്ളൂ. അതിങ്ങനെ കാണിച്ച് ഇവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കുന്നുണ്ട്. അതിൽ ഇവിടുത്തെ മീഡിയകൾക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇതെല്ലാം കഴിഞ്ഞിട്ടേ നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെയോ മറ്റ് ഭീകര സംഘടനകളെയോ നമ്മൾ കുറ്റം പറയാൻ പാടുള്ളൂ. കാരണം ഓൾറെഡി റാഡിക്കലൈസ്ഡ് ആണ്, മനസ്സ് ഓൾറെഡി റാഡിക്കലൈസ്ഡ് ആണ്. എങ്ങനെയാണ് ഒരു തീവ്രവാദ സംഘം തങ്ങൾക്ക് പറ്റിയ ഒരാളെ ഈ രാജ്യത്ത് നിന്ന് പിക്ക് ചെയ്യുന്നത്? അവർ നറുക്കിട്ട് നോക്കിയാണ് എടുക്കുന്നത്? അല്ല. ഇവിടെ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ നാർക്കോട്ടിക്സ് ഉണ്ടല്ലോ, നാർക്കോട്ടിക്സിനെ അഡിക്റ്റ് ആയ ഒരു വ്യക്തി നാർക്കോട്ടിക്സിന്റെ കണ്ണുകളിലേക്ക് എങ്ങനെ ചെന്നെത്തിപ്പെടുന്നു, അതേപോലെ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ തീവ്ര മനസ്സിലുള്ളവര് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തീവ്രവാദത്തിന്റെ പരിപോഷിപ്പിക്കാനുള്ള അതിന്റെ അടുത്ത സ്റ്റെപ്പുകൾക്ക് വേണ്ടി അവർ അന്വേഷിക്കുകയാണ്. ഈ അന്വേഷണത്തിലാണ് ഇവർ ഈ സംഘടനകളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഈ സംഘടനകളിലേക്ക് എത്തുമ്പോൾ അവർ ആകെ കൂടി ഇവർക്ക് കൊടുക്കുന്ന ഡയറക്ഷൻ ഇത്രയേ ഉള്ളൂ: നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
നിങ്ങളുടെ തലയിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അത് ഇന്ത്യ രാജ്യത്തിന്മേൽ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആശയം മാത്രമേ, അതിനുള്ള പഠനം മാത്രമേ ഇവർ കൊടുക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുറച്ച് സാധന സാമഗ്രികൾ കൂടി വേണമെങ്കിൽ അവർ എത്തിച്ചു കൊടുത്താൽ ഇത്രയേ ഭീകര സംഘടനകൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നടക്കുന്നത് ഇതിന്റെ അടിത്തട്ട് തൊട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരിക്കലും ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും മദ്രസ സംവിധാനങ്ങളെയോ ഇവിടുത്തെ ഇമാംമാരെയോ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിൽ അങ്ങനെയുള്ളവരുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യം മനസ്സിലാക്കണം. അവിടെ എന്ത് കറക്ഷനാണ് വരുത്തേണ്ടത്, ഈ പഠനങ്ങളിൽ എന്ത് കറക്ഷനാണ് വരുത്തേണ്ടത്. ഇന്നത്തെ കാലത്തിനനുസരിച്ച് പഴയ നൂറ്റാണ്ടിലത്തെ ചില കാര്യങ്ങൾ അതേപടി വാക്കാൽ വാക്കെടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധ ബൈബിളില് പഴയ നിയമത്തിൽ നിന്ന് വാക്കുകൾ അതേപടി ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതുകൊണ്ടാണ് സഭ പറയുന്നത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വേണം നിങ്ങൾ പഴയ നിയമത്തെ മനസ്സിലാക്കിയെടുക്കാൻ. അതുകൊണ്ടാണ് ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കിർക്കിനെ ക്രിസ്തുവിന്റെ കുരിശിനെ നോക്കി അവരോട്, ആ കൊലപാതകയോട് ക്ഷമിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത് ഇതാണ്, ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഒരുപാട് ടെറർ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിച്ചു. എന്നാൽ ഇന്ത്യക്ക് തടയാൻ സാധിക്കാത്ത ഒരു ആക്രമണം ചെങ്കോട്ടയിൽ നടന്നു. പക്ഷെ ഇതിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ഇനിയും ആക്രമണം ഉണ്ടാവും. കാരണം റാഡിക്കലൈസ്ഡ് ആയവര് ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട്. അവർ നമ്മുടെ ജനങ്ങളുടെ ഉള്ളിലാണ് താമസിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വൈറ്റ് കോളറിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ഡോക്ടർമാര് ആദ്യം എടുക്കുന്ന പ്രതിജ്ഞ തന്നെ ഒരു ജീവനെ ഏതവസ്ഥയിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ആ പ്രതിജ്ഞ ചൊല്ലുന്നത്. ആ ഡോക്ടറിന്റെ ലോക്കറിലെ, ആ ഡോക്ടർ പഠിപ്പിച്ചിരുന്ന മെഡിക്കൽ കോളേജിന്റെ ലോക്കറിലടക്കം AK-47 അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ അവസ്ഥ, ഇവരുടെ മാനസിക അവസ്ഥ, ഇവരുടെ തലയിൽ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് അപകടമാണ്. അത് വെറുതെ ഈ ടെറർ ഓപ്പറേഷനുകളെ മാത്രം അന്വേഷിച്ച് മണത്തെറിഞ്ഞ് തടഞ്ഞാൽ മാത്രം നടക്കില്ല. ഡീറാഡിക്കലൈസേഷൻ കൃത്യമായിട്ട് നടക്കണം. അതിനുവേണ്ട സ്റ്റെപ്പുകൾ ഇന്ത്യ എടുത്തേ തരൂ. അതല്ലെങ്കിൽ ഇവര് ഇസ്ലാമിക് സ്റ്റേറ്റിനോ ഏത് പേരിൽ വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇസ്ലാമിക് സ്റ്റേറ്റ് ആവാം, ജയ്ഷെ മുഹമ്മദ് ആവാം, ലഷ്കർ-ഇ-തൊയ്ബ ആവാം, അൽ-ഖ്വയ്ദ ആയിരിക്കാം, ഗസ്വ-ഇ-ഹിന്ദ് ആയിരിക്കാം, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖുറൈസാൻ ആയിരിക്കും, ഇങ്ങനെ ഏത് പേരിലുള്ള ഭീകര സംഘടനയ്ക്കും ഇവിടെ ആക്രമണങ്ങൾ നടത്താനുള്ള സാഹചര്യം നിലനിൽക്കും. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ സംഘർഷങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം കഴിഞ്ഞു. പക്ഷേ ആ യുദ്ധം കഴിഞ്ഞു എന്നുള്ളതിനും അപ്പുറത്ത് ഇന്ത്യ ഇപ്പോൾ അറബിക്കടലിലും ആ മേഖലകളിൽ, ഈ പടിഞ്ഞാറൻ മേഖലകളിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതെന്ന് ഓർക്കണം. അതുപോലെ തന്നെ കിഴക്കൻ മേഖലകളിലും സൈനികാഭ്യാസം നടത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഇന്ത്യ ഒരു സൈനികമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു പ്രതീതി ഓൾറെഡി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ എന്നുള്ളതാണ്. മറ്റൊരു വശത്തുകൂടി പാകിസ്ഥാനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വസീം മുനീറിനെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭരണഘടനാ ഭേദഗതി വരുത്തി അവിടെ എല്ലാ സൈന്യത്തിന്റെയും മേധാവിയായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി അവിടെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് പോകുന്ന സാഹചര്യം. അങ്ങനെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ പാകിസ്ഥാൻ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട്, ഇപ്പോൾ സൗദിയുമായിട്ട് ഒരു പാക്റ്റിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ തുർക്കിയും ഈജിപ്തും എല്ലാം ചേർന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആ ഒരു സംഘർഷം കുറയ്ക്കാൻ ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ഥിരത കൊണ്ടുവരിക, പാകിസ്ഥാനെ സ്ഥിരമായി ഉയർത്തി നിർത്തുക എന്നുള്ളൊരു ഒരു രീതിയിലേക്ക് അവർ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പാകിസ്ഥാനും മറ്റൊരു വഴിയിൽ ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന പോലെയുള്ള ഒരു രീതിയിലേക്ക് മാറുന്ന, ഒരു തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സമീപകാലങ്ങളിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അടുത്ത് തന്നെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ തീവ്രവാദി ആക്രമണം ഇന്ത്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് കയറി തീവ്രവാദി ആക്രമണം നടത്തിയാൽ ആ തീവ്രവാദി ആക്രമണത്തെ പോലും യുദ്ധമായിട്ട് കണക്കാക്കുമെന്ന് ഇന്ത്യ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സാഹചര്യം ഏത് രീതിയിലേക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും ഉരുത്തിരിഞ്ഞ് മാറ്റപ്പെടാം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യ അല്പം കൂടി സമചിത്തതയോടെ കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്രമണം വളരെ കൃത്യമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ കൃത്യമായിട്ട് മെസ്സേജാണ് കൊടുത്തത്. എന്ന് വെച്ചാൽ തീവ്രവാദി ആക്രമണം നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചടിക്കുന്നത് വെച്ചാൽ ഇസ്രായേലിന്റെ കറക്റ്റ് സ്റ്റാൻഡാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ എങ്ങനെയാണോ തീവ്രവാദത്തെ നേരിടുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിൽ ഈ വർഷം തന്നെ ഏകദേശം 6 or 7 വരെ അജ്ഞാതൻ വകവരുത്തുന്ന സാഹചര്യമുണ്ട്. അതും തീവ്രവാദത്തിന്റെ തലപ്പത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തലപ്പത്ത് നിൽക്കുന്നവരുടെ സഹായികളായ ആളുകളെ വകവരുത്തുന്ന സാഹചര്യം. എന്തായാലും ഇസ്രായേൽ എന്ത് ചെയ്യുന്നു ആ രീതിയിൽ തന്നെയാണ് കറക്റ്റ് ഇന്ത്യ
ആ ഒരു സ്ട്രാറ്റജി, തീവ്രവാദികൾക്കെതിരെയുള്ള സ്ട്രാറ്റജി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് പല രീതിയിൽ ഇപ്പോൾ ഈ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ബലൂചിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ, കാരണം ഈ ബലൂചിസ്ഥാനിലെ അരക്ഷിതാവസ്ഥ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുള്ളത്, ഈ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ഈ കറുപ്പ് കൃഷി കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി, മതപരമല്ല എന്ന് പറഞ്ഞ് കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുഴുവൻ ബലൂചിസ്ഥാനിലേക്കാണ് പാകിസ്ഥാൻ മാറ്റിയത്. ആ ബലൂചിസ്ഥാനിൽ കറുപ്പ് കൃഷിയുടെ ആധിക്യ നിമിത്തം അന്താരാഷ്ട്ര ആഗോളതലത്തിൽ കറുപ്പിന്റെ വില ഇടിഞ്ഞു എന്ന് വരെ, ഇന്ന് മയക്കുമരുന്നിന്റെ വില ഇടിഞ്ഞു എന്ന് വരെ പറയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് പണം സമ്പാദിച്ചെന്ന് വെച്ചാൽ ISI ആണ് അതിന് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അതിൽ നിന്ന് പണം സമ്പാദിച്ചാണ് പാകിസ്ഥാൻ സൈന്യം ഇതുപോലെ തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ ധാരാളമായിട്ട് വീണ്ടും തീവ്രവാദികൾ സജീവമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ നുഴഞ്ഞുകയറ്റം കൂടുതൽ നേരത്തെ കഴിഞ്ഞും ഊർജിതമായിട്ട്, കാരണം ആ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായപ്പോൾ തീവ്രവാദികൾ കുറെ ഉൾവലിഞ്ഞായിരുന്നു. അവർ പിന്നെയും സജീവമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു, അതും ഊർജിതമായ തോതിൽ സജീവമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ പല സൂചനകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. കാരണം ശ്രീനഗറിൽ നിന്ന് കാശ്മീരിൽ നിന്ന് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനം നടക്കുന്നതിന് മുൻപ് ഹരിയാനയുടെ ഭാഗങ്ങളിൽ നിന്ന്, ഫരീദാബാദ് ആ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിൽ AK-47 അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കിലോ കണക്കിന് സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്ന് വെച്ചാൽ തീവ്രവാദം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ ഒരുപാട് മേഖലകളിൽ വിമാനം വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സിഗ്നൽ സ്പൂഫിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനെ വിമാനങ്ങൾ വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീവ്രവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ ഭയങ്കരമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രാജ്യം ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകൾ പല ഇടങ്ങളിലൂടെ പോയിട്ടുണ്ട് എന്നും കൃത്യമായിട്ട് മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കൃത്യമായിട്ടും ഈ രാജ്യം മുഴുവൻ ജാഗ്രത പാലിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും സംഘർഷം വളരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഏത് രീതിയിൽ വേണമെങ്കിലും ഈ തീവ്രവാദി ആക്രമണങ്ങൾ ഉയർത്തെഴുന്നേൽക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഏകദേശം ഒരു 10-12 വർഷത്തോളം സമാധാനത്തിന്റെ വർഷങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും തീവ്രവാദികൾ ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ തീവ്രവാദം നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന പല സാങ്കേതിക വിദ്യകളും ഇപ്പോൾ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അടക്കം ഉപയോഗിച്ചാണ് ഇപ്പോൾ തീവ്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദം വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾ ബംഗ്ലാദേശിൽ ചെല്ലുകയും അവിടെ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ ധാരാളമായി തീവ്രവാദത്തെക്കുറിച്ച് പ്രസംഗിച്ച ആളുകളെ റാഡിക്കലൈസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സംഘർഷങ്ങൾ മാറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. രാജ്യം അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുക എന്നുള്ളത് അത് ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്ത് കയറി തീവ്രവാദം നടത്തുന്നുണ്ട് എങ്കിൽ അവനോട് ഇനി മേലാൽ അത് ചെയ്യരുത് എന്ന് പറയാനുള്ള ആർജവമാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഖണ്ഡതയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യം ഇതുപോലെ തീവ്രവാദം നടത്തുന്ന തീവ്രവാദികൾക്കെതിരെ കൃത്യമായ നിലപാട് എടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് മാത്രമല്ല, തീവ്രവാദത്തിലേക്ക് യുവാക്കൾ പോകുന്നുണ്ട് എങ്കിൽ, തീവ്രവാദം വീണ്ടും തലമുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാരണം അവർ എവിടെ വെച്ചാണ് ഈ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്, ഏത് രീതിയിലാണ് റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത്, എല്ലാ കാര്യങ്ങളും എല്ലാം വളരെ വിശദമായി പഠിക്കുകയും കൃത്യമായ നടപടികൾ അതിനെതിരെ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യത്തിലെ ഒരു പൗരനെ സംബന്ധിച്ച് അവന് അവകാശമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ചെയ്തു കൊടുക്കാൻ രാജ്യം നിർബന്ധിതമാണ്. അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെ എല്ലാ അർത്ഥത്തിലുമുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഈ നിലപാട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നിലപാട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം.